ഹലോ ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സിനർജി വണ്ണിന്റെ സൂം മീറ്റിംഗിലേക്ക് സ്വാഗതം. ആഹ് നമുക്കറിയാം നമ്മുടെ സ്കിൻ എത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഓർഗൺ ആണെന്ന് നമുക്കറിയാം. അതിന് എത്ര കെയർ കൊടുക്കണം. ആഹ് പല ആൾക്കാർ എന്താ ചെയ്യാറ്, സ്കിന്നെ എപ്പോഴും ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടും അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ എപ്പോഴും സ്കിന്നെ ചെയ്യുക. സോ വൈ വി നീഡ് ടു ബി സോ കൺസേൺ അബൌട്ട് അവർ സ്കിൻ. നമ്മുടെ സ്കിൻ മാത്രമല്ലോ നമ്മളുടെ മറ്റേ ഓർഗൻസിനെ സേഫ് ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡീനെ, നമ്മുടെ ബോഡി ഓർഗൻസിനെ, ബോൺസിനെ, മസിൽസിനെ ഒക്കെ സ്ട്രോങ് ആയിട്ട് അതിൻ്റെ ഒരു ലെയർ ആയിട്ട് വരുന്നത് നമ്മുടെ സ്കിൻ തന്നെയാണ്. സോ സ്കിൻ മാത്രമല്ലോ നമുക്ക് ഏറ്റവും വലിയ ഒരു ഓർഗൻ നമ്മുടെ ബോഡിയുടെ. സോ വി ഹാവ് ടു ഗിവ് സം സ്പെഷ്യൽ കെയർ ഫോർ ടു അവർ സ്കിൻ. അപ്പോൾ നമ്മളുടെ കമ്പനി നമുക്ക് തരുന്നത് കുറച്ച് സ്പെഷ്യൽ സ്കിൻ കെയർ ആണ്. അതിന്റെ പേരാണ് ഗ്ലൂട്ടാത്തിയോൺ സ്കിൻ കെയർ. സോ വാട്ട് ഈസ് ഗ്ലൂട്ടാത്തിയോൺ നമുക്കറിയാം, ഓൾമോസ്റ്റ് അറിയാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് ഒരു ഹൈ ആന്റി ഓക്സിഡന്റ്, നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ബട്ട് എങ്ങനെയാണ് ഏജ് കൂടുന്നത്, ആ ആന്റി ഓക്സിഡന്റ് എന്തായിരിക്കും കുറഞ്ഞു കുറഞ്ഞു വരാൻ കാരണം നമുക്ക് പല പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് ഫീൽ ആവും, അല്ലെങ്കിൽ നമുക്ക് വിസിബിലിറ്റിയിൽ കാണും. സോ മെയിൻലി നമുക്ക് പ്രോബ്ലംസ് വരുന്നത് നമ്മുടെ ഫേസിലായിരിക്കും. ബിക്കോസ് ഫേസ് ആണ് നമ്മളുടെ അപ്പിയറൻസ് കാണിക്കുന്നത്, ഫേസാ. സോ ഫേസിലെ മേ ബി പിമ്പിൾസ് ആവാം, ബ്ലെമിഷസ്, പിഗ്മെന്റേഷൻ, മെസൽമ മാർക്സ്, അങ്ങനെ കളർ പോണത്, അങ്ങനെ പല പ്രശ്നങ്ങൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കിന്നിൽ നമുക്ക് ഫീൽ ആവും. സോ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഗ്ലൂട്ടാത്തിയോൺ. നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂട്ടാത്തിയോണും കുറഞ്ഞിട്ടുണ്ടാവും. സോ നമ്മളുടെ മാർക്കറ്റിൽ നമുക്ക് മെനി ടൈപ്സ് ഓഫ് ഗ്ലൂട്ടാത്തിയോൺ അവൈലബിൾ ആണ്. ഏറ്റവും ഫേമസ് ആയ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് വിത്ത് IV, മീൻസ് ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുന്നത് ഗ്ലൂട്ടാത്തിയോൺ ആണ്. സോ ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി, നമുക്ക് എല്ലാവർക്കും എഫോർഡബിൾ ഇല്ല. സോ നമ്മൾ അതിനെ നമ്മൾ സെർച്ച് ചെയ്യാറില്ല, നമ്മൾ അതിന് നോക്കാറില്ല. ബട്ട് some category of people requires glutathione in their life. അതെന്താണ്? സെലിബ്രിറ്റീസ് ആണ് ആ ഗ്ലൂട്ടാഥിയോണിനെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്, അവർ IV റെക്കമെൻഡ് ചെയ്യുന്നത്. സോ അവർക്ക് ആ ലൈഫ് ടൈം അവരുടെ സ്കിൻ ഗ്ലോ കിട്ടാൻ, അവരുടെ ഏജ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഗ്ലൂട്ടാഥിയോൺ തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. സോ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് ടാബ്ലറ്റ്സ് ആണ്. ടാബ്ലറ്റ്സ് ഓൾസോ ഇറ്റ് ഈസ് നോട്ട് സേഫ് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് സംവേർ ഇറ്റ് ഈസ് കെമിക്കൽ സിന്തറ്റിക്സ് ആഡഡ്. അതിന്റെ റിസൾട്ട് ഉണ്ടോ ഇല്ലേ നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ്. ബിക്കോസ് മെനി ഓഫ് അവർ ക്ലയൻസ് ഹാസ് ഗിവൻ ഫീഡ്ബാക്ക്, അവർ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് അവർക്ക് നല്ലൊരു റിസൾട്ട് അവർക്ക് കാണാൻ പറ്റില്ല, ഒരു വിസിബിൾ റിസൾട്ട് അവർക്ക് കിട്ടിയില്ല. സോ ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് നമ്മളുടെ കമ്പനി തന്നെയാണ്, ഗ്ലൂട്ടാത്തിയോൺ സ്കിൻ കെയർ. ഡെയിലി നിങ്ങൾ എവിടെ പോവാതെ വീട്ടിലിരുന്ന് തന്നെ ജസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സ് നിങ്ങളുടെ സ്കിന്നിലേക്ക് ഒരു കെയർ കൊടുത്താൽ നിങ്ങൾക്ക് പ്രോപ്പർ ഗ്ലൂട്ടാത്തിയോൺ ഫേസിലേക്ക് കൊടുക്കാൻ പറ്റും, നിങ്ങളുടെ ഏജ് കുറയ്ക്കാൻ പറ്റും, നിങ്ങളുടെ സ്കിന്നെ ഹെൽത്തി ആക്കാൻ പറ്റും. സോ ഇന്ന് ഞാൻ കംപ്ലീറ്റ് എല്ലാ ഇൻഗ്രീഡിയൻസ് ഡിസ്കസ് ചെയ്യുന്നില്ല. ബട്ട് സം സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് നമ്മളുടെ ഗ്ലൂട്ടാത്തിയോണിനെ ഒരു 4-5 ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഗ്ലൂട്ടാത്തിയോണിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ നമുക്ക് ഒരു സെക്കൻഡ് ഡേ അല്ലെങ്കിൽ ഒരു തേർഡ് ഡേ തന്നെ ഈ നമ്മുടെ ഫേസ് വാഷ് ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് എത്ര റിസൾട്ട് കാണിക്കുന്നത്. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ നമുക്ക് 4 ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ് ഇതിൽ വരുന്നത്. നമ്പർ 1 ഈസ് ബ്രൈറ്റനിങ് റിച്വൽ ക്ലെൻസർ. നമുക്ക് ഡെയിലി നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന നിർബന്ധമാണ്. സോ സോപ്പ് ഈസ് നോട്ട് അലൗഡ് ടു യൂസ് ഓൺ ദ ഫേസ്. അപ്പൊ നമുക്കൊരു നല്ല ഒരു ഫേസ് വാഷ്, ഒരു ലക്ഷറി ഫേസ് വാഷ് നമുക്ക് സെനറോവ നമുക്ക് തരുന്നത്. അതിന് കൂടെ തന്നെ നമുക്ക് വരുന്നത് ഗ്ലോ സെറം ആണ്. സെറം നമ്മളുടെ സ്കിന്നെ ടൈറ്റ് ആക്കാൻ, നമ്മളുടെ സ്കിൻ ഏജ് കുറയ്ക്കാൻ, ബ്ലെമിഷസ് കുറയ്ക്കാൻ, പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ സെറമാണ്. ദെൻ തേർഡ് വരുന്നത് നമ്മളുടെ ബ്രൈറ്റനിങ് ക്രീം. ബ്രൈറ്റനിങ് ക്രീം എന്താ ചെയ്യുന്നത്? ബ്രൈറ്റനിങ് ക്രീം നമ്മുടെ സ്കിൻ ടോണിനെ ഈവൻ ആക്കുന്നത്, നമ്മുടെ സ്കിന്നെ ഹെൽത്തി ആക്കുന്നത്, അതിനെ മോയ്സ്ചറൈസിങ് കൂട്ടുന്നത് നമ്മളുടെ ബ്രൈറ്റനിങ് ക്രീമാണ്. ആൻഡ് ദെൻ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് SPF സൺസ്ക്രീൻ. ഇപ്പോൾ
നമുക്ക് കുറെ ആദ്യമൊക്കെ അങ്ങനെ ട്രെൻഡിങ് SPF ഉണ്ടായിട്ടില്ല, ബട്ട് ഇപ്പോ നമുക്ക് മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലായാലും TV-യിലായാലും നമുക്ക് കുറെ അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്. ബിക്കോസ് SPF ഇസ് മസ്റ്റ് ടു യൂസ്. എന്തിനാണ് നമ്മൾ സ്കിന്നെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോ മോൺസൂൺസ് റെയിനി സീസൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും മഴ മഴയാണ്, വെയിലില്ല, അപ്പൊ നമ്മുടെ സ്കിൻ ഡാമേജ് ആവൂല, സൺസ്ക്രീൻ യൂസ് ചെയ്യണ്ടാന്ന്. ബട്ട് ദാറ്റ് ഇസ് എ റോങ് മിത്ത്. മഴ ഉണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും നമ്മുടെ സ്കിൻ വെയിലായിട്ട് ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുക. UV റേസ് എപ്പോഴും മഴ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അത് ഉണ്ടാവാറുണ്ട് എൻവയറമെന്റില്. അപ്പോൾ സറൗണ്ടിങ്സിൽ നമുക്ക് മാക്സിമം മഴ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമുക്ക് SPF ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമ്മൾ ആക്കണം. സോ ദാറ്റ് ഇസ് വൈ ഇതിന്റെ പേര് തന്നെ പറയണത് എന്താണ്, ഗ്ലൂട്ടാത്തിയോൺ സ്കിൻ റിച്വൽ. റിച്വൽ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ചെയ്യുന്നത് ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇത് നമ്മളുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലെൻസർ ആണ്. സോ ഐ സെഡ് സം സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്. ഇത് നിങ്ങളുടെ മൈൻഡിൽ വെക്കണത് നിങ്ങൾ ഒരു ആളുടെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിന്റെ എന്താ പറയാ നമ്മൾ അറിയണോ. സോ ടോക്കിംഗ് ടു സംബഡി യു ക്യാൻ ടോക്ക് ഓൺലി അബൌട്ട് 2 to 3 ഇൻഗ്രീഡിയൻസ്. അത് മാത്രം നമുക്ക് ഒരു ലക്ഷറി ഫേസ് വാഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യൂ. സോ ഫസ്റ്റ് ഇതിൽ വരുന്നത് 1% ഓഫ് ഗ്ലൂട്ടാത്തിയോൺ. സോ നമ്മൾ നേരിട്ട് നമ്മുടെ സ്കിന്നിലേക്കാണ് നമ്മൾ ഗ്ലൂട്ടാത്തിയോൺ കൊടുക്കാൻ പോണത്. സോ അതിന്റെ കൂടെ തന്നെ സ്പെഷ്യൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് ദാറ്റ് ഈസ് CU പെപ്റ്റൈഡ് സൊല്യൂഷൻ. സോ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ മൈൻഡിൽ വെക്കണം ഗ്ലൂട്ടാത്തിയോൺ. ദാറ്റ് ഇസ് ഓൾവേസ് ഇറ്റ് വിൽ ബി ഇൻ അവർ മൈൻഡ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നിയാസിനമൈഡ്. നൗ വാട്ട് ഇസ് നിയാസിനമൈഡ്? നിയാസിനമൈഡ് എന്ന് പറയുന്നത് vitamin B3 ഒരു എക്സ്ട്രാക്റ്റ് ആണ്, ഒരു കണ്ടന്റ് ആണ്. സോ vitamin B3 എന്താ ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നെ ഹെൽത്തി ആക്കാനും നമ്മുടെ സ്കിന്നിലെ എന്താ പറയാ ഒരു സ്കിന്നിന് ഗ്ലോ കിട്ടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആവശ്യം നമുക്ക് നിയാസിനമൈഡ് ആണ്. ഓയിൽ കൺട്രോൾ ചെയ്യുന്നത്, അതിന്റെ pH വാല്യൂ, അതിന് എത്ര വെള്ളത്തിന് നമ്മുടെ സ്കിന്നിന് ആവശ്യം, നമ്മുടെ ബോഡിയിലെ വെള്ളത്തിന് ആവശ്യമാണ്, നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. സോ എത്ര നമ്മുടെ സ്കിന്നിലേക്ക് ആവശ്യം അത്ര വെള്ളം നമ്മളുടെ pH ബാലൻസ് അല്ലെങ്കിൽ നമ്മുടെ pH വാല്യൂ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ നിയാസിനമൈഡ് തന്നെയാണ്. സോ ഇതിൽ എനിക്ക് ഇതിൽ ഓൾറെഡി 3% ഓഫ് നിയാസിനമൈഡ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതെന്താ ചെയ്യും, നമുക്ക് മോയ്സ്ചർ കൊടുക്കും, നമുക്ക് ബ്ലെമിഷസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, ഓയിൽ ബാലൻസ് ചെയ്യും. ഓയിലി സ്കിൻ ഉണ്ടെങ്കിൽ അവർക്ക് അത്ര ഫീലിംഗ് വരില്ല. നമ്മളുടെ ഫേസിൽ വേറെ എന്തെങ്കിലും മാർക്സ്, ഇപ്പൊ എക്നെ മാർക്സ്, ബ്ലെമിഷസ് ഉണ്ടെങ്കിലും അത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ നിയാസിനമൈഡ് തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയ 2-3 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. സോ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് നമ്മളുടെ വരുന്നത് ഹൈറലോണിക് ആസിഡ്. സോ ഫസ്റ്റ് ഗ്ലൂട്ടാത്തിയോൺ, സെക്കൻഡ് നിയാസിനമൈഡ് ആൻഡ് തേർഡ് ഈസ് ഹൈറലോണിക് ആസിഡ്. സോ ഹൈറലോണിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നാച്ചുറൽ സബ്സ്റ്റാൻസ് ആണ്. അതൊരു സ്പോഞ്ച് ആയിട്ടാണ് നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് അത് മോയ്സ്ചർ അതിനെ ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത്. സോ നമ്മുടെ സ്കിന്നിൽ ഒരു സ്പോഞ്ചായി വർക്ക് ചെയ്യുന്നത് ഹൈറലോണിക് ആസിഡ് ആണ്. സോ അത് എന്ത് ചെയ്യും, മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യും, നമ്മുടെ സ്കിന്നെ സോഫ്റ്റ് ആക്കി തരും. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിരിക്കും, ബൗൺസി ആയിരിക്കും. അതിന് റിങ്കിൾസ് ഒക്കെ വരുന്ന ചാൻസ് ഉണ്ടെങ്കിൽ അതിന് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഹൈറലോണിക് ആസിഡ് ആണ്. ദെൻ നല്ലൊരു വർക്ക് ചെയ്യുന്നത് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടാണ്. ഓയിലി സ്കിൻക്കാണ് എപ്പോഴും പല പ്രശ്നങ്ങൾ ഫേസിലേക്ക് വരാറ്. സോ ഓയിലി സ്കിൻ ഓയിൽ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഹൈറലോണിക് ആസിഡ് ആണ്. നോർമലി ഏതെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സോപ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസിലെ ഓയിലി സ്കിൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവും, മോയ്സ്ചർ പോവും, ആൻഡ് ദെൻ അഗെയിൻ അത് ഓയിലായിട്ട് വരും. ബട്ട് ഇത് അങ്ങനെയല്ല, നിങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഓയിൽ റിമൂവ് ആവും, ബട്ട് എക്സസ് മോയ്സ്ചറൈസർ എത്ര ആവശ്യമാണ് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്കിന്നിലേക്ക് മെയിൻറ്റെയിൻ ആയി പോകും. ദെൻ ദെൻ മൂന്നാമത്തെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് പറയുന്നത് പെപ്റ്റൈഡ് സൊല്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പെപ്റ്റൈഡ് സൊല്യൂഷൻ. എന്തിനാണ് പെപ്റ്റൈഡ് സൊല്യൂഷൻ? ഒരു
നമ്മുടെ പെപ്റ്റൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ചെയിൻ ഓഫ് അമിനോ ആസിഡ്സ്. നമുക്കറിയാം അമിനോ ആസിഡ്സ് എത്രയോ സ്പെഷ്യൽ ഒരു കാര്യമാണ് നമ്മുടെ ബോഡിയിലേക്ക് വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ റിസൾട്ട്സ് കാണിക്കുന്നത് അമിനോ ആസിഡ്സ് തന്നെയാണ്. സോ ഒരു മെസ്സഞ്ചർ പോലെയാണ് അമിനോ ആസിഡ്സ് നമ്മുടെ സ്കിന്നിലേക്ക് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പെപ്റ്റൈഡ് സൊല്യൂഷൻ. സോ അതെന്ത് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക്, നമുക്കറിയാം കൊളാജൻ എത്രയോ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടന്റ് ആണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. സോ നമ്മുടെ കൊളാജനെ ബൂസ്റ്റ് ചെയ്യുന്നത് പെപ്റ്റൈഡ് സൊല്യൂഷൻ ആണ്. സോ ഇവിടെ നമ്മുടെ സ്കിന്നിലേക്ക് കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നത് പെപ്റ്റൈഡ് സൊല്യൂഷൻ ആണ്. ദെൻ ആസ് എ ആന്റി ഏജിങ് വർക്ക് ചെയ്യുന്നത് പെപ്റ്റൈഡ് സൊല്യൂഷൻ ആണ്. നമ്മളുടെ ഇലാസ്റ്റിക്കിറ്റി ടൈറ്റ് ആക്കുന്നത് പെപ്റ്റൈഡ് സൊല്യൂഷൻ ആണ്. ഓൾസോ ചില ആൾക്കാർക്ക് ഫേസിൽ നീരൊക്കെ വരാറുണ്ട്. രാവിലെ നീക്കുമ്പോൾ കണ്ണിന്റെ അവിടെയൊക്കെ പഫ്നെസ് ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ പെപ്റ്റൈഡ് സൊല്യൂഷൻ തന്നെയാണ്. ആൻഡ് നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഈ 4 ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് വന്ന ശേഷം നിങ്ങൾ വിചാരിച്ചാൽ മതി ഒരു മാജിക് ആണ് നമ്മളുടെ ഫേസിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ സ്കിന്നിലേക്ക് നമ്മൾ കൊടുക്കാൻ പോണത്. സോ ഇത് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ വണ്ടർഫുൾ ആയ റിസൾട്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരാൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് യൂസ് ചെയ്തിട്ട് ഉറപ്പായിട്ട് ഫസ്റ്റ് വാഷ് തന്നെ അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അത് ഗ്യാരണ്ടീഡ് ആണ്. സോ ഇത് ഞാനിപ്പോ സംസാരിക്കുന്നത് നമ്മളുടെ ഫേസ് വാഷ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഫേസ് വാഷ് മാത്രമായിട്ട് നമുക്ക് അത്ര റിസൾട്ട് ഉണ്ടെങ്കിൽ ബാക്കി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫേസ് തന്നെ മാറിപ്പോവും, നമ്മളുടെ ഏജ് കുറയ്ക്കൂ. സോ ഈ 4 പ്രൊഡക്റ്റ്, സോറി, ഈ 4 ഇൻഗ്രീഡിയൻസ് നമ്മളുടെ മറ്റേ 2 പ്രൊഡക്ട്സിൽ അവൈലബിൾ ആണ്. സോ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫേസ് സെറം ആണ്. സോ വൈ ഫേസ് സിറം? എന്തിനാണ് ഫേസ് സിറമിന്റെ ആവശ്യം എന്താണ്? ശരിക്കും ഫേസ് സിറം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നെ ഇലാസ്റ്റിക് ടൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നെ ഹൈഡ്രേഷൻ കൊടുക്കുന്നത്, പിഗ്മെന്റേഷൻ ആൻഡ് ഡാർക്ക് സ്പോട്ട്സ്, എത്ര പഴയ പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത്, അതിന് മാറി തരുന്നത്, ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് സെനറോവന്റെ ഫേസ് സെറം ആണ്. ദെൻ വി ഹാവ് ബ്രൈറ്റനിങ് ക്രീം. ഇത് ട്രിപ്പിൾ ബ്രൈറ്റനിങ് ക്രീമാണ്. ഇതിൽ 2% ഓഫ് ഗ്ലൂട്ടാത്തിയോൺ, നിയസിനമൈഡ്, സെറമൈഡ് കംപ്ലെക്സ്, അങ്ങനെ ഒരു 9 ഇൻഗ്രീഡിയൻസ്. സോ നിങ്ങൾ മൈൻഡിൽ വെക്കുന്നത്, ഇപ്പോ ഈ ജെൻസി അല്ലെങ്കിൽ ഈ ജനറേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഈ 4-5 ഇൻഗ്രീഡിയൻസ് ഒരു ക്രേസ് ആണ്. ഹൈറലോണിക് ആസിഡ്, നിയസിനമൈഡ്, ഗ്ലൂട്ടാത്തിയോൺ. ഇപ്പൊ അവർ കുറെ പേര് നമ്മളുടെ ത്രൂ അറിയുന്നുണ്ട്. അറിയാത്ത ആൾക്കാർക്കെങ്കിലും അത് പറഞ്ഞു കൊടുക്കണം. ബിക്കോസ് നമുക്ക് അഡ്വർടൈസ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ടൈം നമ്മളുടെ കമ്പനി തന്നെയാണ് ഇത് ലോഞ്ച് ചെയ്ത്. സോ യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ടു ദ യങ്സ്റ്റേഴ്സ്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയ പ്രൊഡക്റ്റ് നമുക്ക് അവർക്ക് കൊടുക്കുമ്പോൾ ദേ വിൽ ഹാപ്പിലി അക്സെപ്റ്റ് ഇറ്റ്. സോ വൈറ്റമിൻ ഇ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് എന്ത് ചെയ്യും? നമ്മുടെ സ്കിന്നെ ഒരു പ്രൊട്ടക്ഷൻ. ഇപ്പൊ നമ്മുടെ കൺട്രി, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്, നമ്മുടെ കൺട്രിയിലെ ഒരു ബോർഡർ ഉണ്ട്, പല പ്ലേസിലെ ബോർഡേഴ്സ് ഉണ്ട്. കശ്മീർ ബോർഡർ ഉണ്ടാവും, അമൃത്സർ ബോർഡർ ഉണ്ട്, അങ്ങനെ പല ബോർഡേഴ്സ് നമുക്ക് അറിയാം. സോ അതെന്ത് ചെയ്യുന്നത്, അവിടെ ആർമി ഉണ്ടായിട്ട് നമ്മൾ ഒരു സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ പല ബോർഡേഴ്സ് ആക്കിയിട്ട് ആർമി അവിടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. സെയിം അതുപോലെ തന്നെ നമുക്ക് ഈ ബ്രൈറ്റനിങ് ക്രീമിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊരു ബാരിയർ പോലെ നമ്മുടെ സ്കിന്നിലേക്ക് വർക്ക് ചെയ്യുന്ന, നമ്മുടെ സ്കിന്നിലേക്ക് ഡാമേജസ് വരാന് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നമ്മുടെ ഈ ബ്രൈറ്റനിങ് ക്രീം തന്നെയാണ്. സോ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്ലോസ് ചെയ്യാൻ, അതിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ നാച്ചുറൽ ഗ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ബ്രൈറ്റനിങ് ക്രീമാണ്. ആൻഡ് നിങ്ങൾക്ക് ഫേസിൽ ഈവൺ ടോൺ ഇല്ലെങ്കിൽ അതിനെ നോർമൽ ആക്കാൻ, ഈവൺ ടോൺ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ ക്രീമാണ്. ദെൻ വി ഹാവ് ദിസ് ഫോർത്ത് ആൻഡ് സ്പെഷ്യൽ പ്രൊഡക്റ്റ്. ഇത് ഡെയിലി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി യൂസ് ചെയ്യുന്ന നിർബന്ധമാണ്. എല്ലാ 4 പ്രൊഡക്റ്റ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം. ഡിഫറെന്റ് ടൈം യു ക്യാൻ യൂസ് ഇറ്റ്. സോ ഫസ്റ്റ് വരുന്നത് SPF, സോറി, ഇതിൽ വരുന്നത് SPF. എന്താണ് സ്പെഷ്യൽ? നമ്മുടെ SPFന്റെ സ്പെഷ്യലിറ്റി എന്താണ്? 1% ഓഫ് ഗ്ലൂട്ടാത്തിയോൺ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വിത്ത് SPF 50 PA++++ ജെൽ ടൈപ്പ് ആണ് വരുന്നത്. സോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം നമ്മുടെ SPF എത്ര സ്പെഷ്യൽ ആണ്. ബിക്കോസ് സഡൻലി ഇറ്റ് അബ്സോർബ്സ് ഇൻ ദ സ്കിൻ. അപ്പൊ ഇന്ന് ഞാൻ ഒരു കസ്റ്റമറിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ എന്നോട് ഫസ്റ്റ് ചോദിച്ച് SPF യൂസ് ചെയ്യുന്ന ശേഷം വൈറ്റ് കാസ്റ്റിംഗ് വരണുണ്ടോ എന്ന്.
അത് മീനിങ് എന്ന് പറയുന്നത് നമ്മൾ പല കമ്പനീസിന്റെ പല ബ്രാൻഡ്സിന്റെ SPF യൂസ് ചെയ്യുന്ന ശേഷം അത് ഫേസിൽ കാണും. നമ്മളുടെ ഫേസ് വൈറ്റ് വൈറ്റ് മീൻസ് നമ്മൾ എന്തോ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് ബാക്കി എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും. സോ അങ്ങനെ പ്രശ്നം ഉണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോൾ നമുക്കറിയാം, യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മുടെ SPF ഇല്ല. ബിക്കോസ് നമ്മുടെ സ്കിൻ, നമ്മുടെ SPF എന്ന് പറയുന്നത് ഫസ്റ്റ് ഈസ് ജെൽ ടൈപ്പ്, സെക്കൻഡ് പറയുന്നത് അത് ഓയിലി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അബ്സോർപ്ഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് പെട്ടെന്ന് ഡ്രൈ ആവും നമ്മുടെ ഫേസ്. മീൻസ് ഡ്രൈ എന്ന് പറയുന്നത് നമുക്ക് ഓയിലി ഫീൽ ആവില്ല. നോൺ സ്റ്റിക്കി ആണ്, നമുക്ക് അതിന് ലൈറ്റ് വെയിറ്റ് ആയ കാരണം നോൺ സ്റ്റിക്കി ആണ്. സോ ഒരു വൈറ്റ് കാസ്റ്റിംഗ് പോലെ നമുക്ക് ഫീൽ ആവില്ല. ബട്ട് നമുക്ക് നോർമൽ കളർ, നമ്മളുടെ എക്സാക്ട്ലി നമ്മളുടെ ഫേസിന്റെ കളർ എന്താണ് അത് തന്നെയാണ് കാണിക്കുള്ളൂ. സോ ഇതിലെ സെക്കൻഡ് സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ്. സ്കിന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ പറയാ ഹെൽത്തി ആക്കുന്നത് വൈറ്റമിൻ ഇ ആണ്. സോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ കോജിക് ആസിഡ് ഉണ്ട്, SPF 50 PA+++, UVA UVB എല്ലാ റേസിനെ പ്രൊട്ടക്ഷൻ തരുന്നത്. അബൌട്ട് 7 to 8 hours നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് നമുക്ക് SPF 50 ആയിട്ടാണ്. ദെൻ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ, നിങ്ങൾ യൂസ് ചെയ്യുന്ന റേഡിയേഷന്റെ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൽ മൊബൈൽ ആവാം, ലാപ്ടോപ്പ്, ടാബ്, TV, ഈവൻ TV ഇപ്പോ LED ആണ്. സോ അതൊക്കെ നമ്മളുടെ കണ്ണിലേക്ക് അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് കണ്ണ് മാത്രമല്ല നമ്മുടെ സ്കിന്നിലേക്ക് കൂടി അത് അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്ത് ചെയ്യണ്ടേ, മസ്റ്റ് ആയിട്ട് റെയിനി സീസൺ ആയാലും സമ്മർ സീസൺസ് ആയാലും വിന്റർ സീസൺസ് ആയാലും 365 ഡേയ്സ് നിങ്ങൾ ഡെയിലി ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സോ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ റിസൾട്ട്. ഇപ്പോ ചിലപ്പോ ഒരു പുതിയ ആൾ ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ തോന്നുമ്പോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ 4 പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷ് ആണ്. അത് രാവിലെയും രാത്രിയും നിങ്ങൾ ഡെയിലി ഒരു ചെറിയ എമൗണ്ട് ഒരു ഡ്രോപ്പ്, നമ്മൾ കുറെ എമൗണ്ട് എടുക്കണ ആവശ്യമില്ല, ചെറിയൊരു ഡ്രോപ്പ് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. അത് 2 പ്രാവശ്യം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. പിന്നെ ഇടയിൽ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ എന്തായാലും ഫേസ് വാഷ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് തന്നെ നമ്മൾ അത് ആക്കണം. ബിക്കോസ് നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ നമ്മുടെ ഫേസിലേക്ക് സ്കിന്നിലേക്ക് ജേംസ് ഉണ്ടാവും, ഡസ്റ്റ് ഉണ്ടാവും. അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് പോർസിനെ ബ്ലോക്ക് ആക്കും. അപ്പൊ നമുക്ക് പിമ്പിൾസ് ആയിട്ടും പല പ്രശ്നങ്ങളായിട്ടും നമുക്ക് അത് മാറിക്കിട്ടും. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് വെനെവർ യു ഗോ ഔട്ട് ആൻഡ് എൻ്റർ ഹോം യു ഹാവ് ടു വാഷ് യുവർ ഫേസ് വിത്ത് സെനറോവ ഫേസ് വാഷ്. ദെൻ നമുക്ക് വരുന്നത് സെറം. നിങ്ങൾക്ക് സെറം യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നൈറ്റ് ആണ്. സോ യു ക്യാൻ സേ ഇറ്റ് ഇസ് എ നൈറ്റ് സെറം. സോ രാത്രി നിങ്ങൾക്ക് കിടക്കാൻ നേരത്തെ എന്ത് ചെയ്യാം, ഫേസ് വാഷ് ചെയ്യാം. ആൻഡ് സെറം ഇതിലൊരു ഡ്രോപ്പർ ഉണ്ട്, ഒരു 4 to 5 ഡ്രോപ്സ് നിങ്ങളുടെ ഫേസിലേക്ക് ഇട്ടിട്ട് മസാജ് ചെയ്യണ്ട, ബട്ട് ഒരു ടാപ്പിംഗ് നമ്മുടെ ഫേസിലേക്ക് എങ്ങനെ ടാപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിലേക്ക് മൊത്തം ടാപ്പ് ചെയ്യുക. സോ അത് എന്തായിരിക്കും, അപ്പൊ തന്നെ ആ സെറം നമുക്ക് ഫേസിലേക്ക് ഒബ്സർവ് ആവും. ദെൻ നമ്മുടെ ബ്രൈറ്റനിങ് ക്രീം. സോ ബ്രൈറ്റനിങ് ക്രീം എന്ന് പറയുന്നത് യുവർ ചോയ്സ്. മെനി പീപ്പിൾ ഹാവ് ഓയിലി സ്കിൻ, അവർക്ക് പെട്ടെന്ന് ഓയിൽ ഫീൽ ആവും. ഡേ ടൈം നല്ല ഹ്യൂമിഡ് ആണ്, ഹ്യൂമിഡിറ്റി ആയ കാരണം നമ്മുടെ ഫേസ് എപ്പോഴും സ്വെറ്റ് ആയിരിക്കും ചിലപ്പോൾ. സോ എന്ത് ചെയ്യുക, ജസ്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മോർണിംഗില് ഫേസ് വാഷ് ചെയ്യുന്ന ശേഷം യൂസ് ചെയ്യുക. ജസ്റ്റ് ചെറിയൊരു എമൗണ്ട് എടുത്തിട്ട് മൊത്തം ഫേസിൽ അപ്ലൈ ചെയ്യുക. ഓർ എൽസ് നിങ്ങൾക്ക് പകൽ പ്രശ്നം ഉണ്ടെങ്കിൽ രാത്രി ഫേസ് സെറം യൂസ് ചെയ്യുന്ന മുമ്പ് ഒരു 10 minutes ബിഫോർ നിങ്ങൾക്ക് ഈ ക്രീം യൂസ് ചെയ്യാം. ദെൻ ഒരു 10 minutes ഗ്യാപ്പ് കൊടുത്ത ശേഷം നമുക്ക് സെറം യൂസ് ചെയ്യാം. സോ ഡേ ടൈം എന്തിനാ വേണ്ടെന്ന് അറിയുന്നത് വെച്ചാൽ ബിക്കോസ് ചൂട് കൂടുതലായ കാരണം. ഇപ്പോൾ റെയിനി സീസൺ ആയ കാരണം നിങ്ങൾക്ക് രാവിലെ ഉപയോഗിക്കാം. സോ ഇറ്റ് ഈസ് യുവർ ചോയ്സ്, നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ ഉപയോഗിക്കാം, രാത്രി വേണമെങ്കിൽ ഉപയോഗിക്കാം. ബോത്ത് വിൽ വർക്ക് ദ സെയിം വേ. ദെൻ SPF നമുക്ക് മോർണിംഗ് നിർബന്ധമായിട്ട് പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ ഒരു ഹാബിറ്റ് ആക്കുക. ഫേസ് വാഷ് ഇട്ട ശേഷം ഒരു സൺസ്ക്രീൻ എടുത്തിട്ട് അപ്പൊ തന്നെ അപ്ലൈ ചെയ്താൽ നമുക്കൊരു വൈകുന്നേരം വരെ, നിങ്ങൾ ഒരു രാവിലെ 8 മണി 9 മണിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3-4 മണി വരെ നിങ്ങൾക്ക് അതിന്റെ എഫക്റ്റ് കിട്ടും. സോ യു ഹാവ് ടു ബി
ഫ്രീലി യു ക്യാൻ ഗോ എനിവെയർ ഹൗ യു വാണ്ട്. സോ നമ്മുടെ ഈ 4 പ്രൊഡക്റ്റ് ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് കമ്പനി തന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഇതിന്റെ ഒരു ഇൻഗ്രീഡിയന്റിന്റെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു നമുക്കിപ്പോ സൂം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നമ്മൾ ഇത് ഇൻഗ്രീഡിയൻസിന്റെ ബെനിഫിറ്റ്സ് സംസാരിക്കാൻ തുടങ്ങിയാൽ മേ ബി ഒരു 2 to 3 hours വേണ്ടി വരും. സോ അത്ര ബ്യൂട്ടിഫുൾ ആയ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് കമ്പനി കോമ്പിനേഷൻ ആയിട്ട് തന്നത്. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് യൂസ് ആൻഡ് യൂസ്. അതിന്റെ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന് ഫീലിംഗ് കിട്ടുള്ളൂ. അതിന്റെ റിസൾട്ട് കാണുമ്പോൾ നമ്മളുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും ഓപ്പോസിറ്റ് നമ്മൾ കാണുന്ന ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കും, എന്താണ് റീസൺ നമ്മുടെ സ്കിന്നെ ഹെൽത്തി ആക്കണത്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് എത്ര ഗ്ലോ വരുന്നത്, മാറ്റം വരുന്നത് എങ്ങനെയാണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഈസി വേ ആയിരിക്കും. സോ യൂസ് ചെയ്യുന്ന എന്തായാലും നിർബന്ധമാണ്. എവ്രിബഡി ഷുഡ് യൂസ്, should feel and should share. Thank you.